ഇന്നത്തെ ജോബ് മാർക്കറ്റ് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഈ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജോബ് മാർക്കറ്റിൽ നിങ്ങളുടെ ജോലിയിൽ എക്സൽ ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ഫുൾഫിൽമെൻറ്റിനും കരിയർ ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ കരിയറിൽ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസിനൊക്കെ പുറമേ ആയിട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്. അത് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിലും ഒക്കെ അത് സെയിം ആണ്. ഇത്തരത്തിലുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ ടീമിനിടെ നിങ്ങളുടെ ട്രസ്റ്റ് കൂട്ടും, നിങ്ങളുടെ പലതിലും മുന്നിൽ നിർത്തും, കൂടാതെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂട്ടും. നിങ്ങൾക്ക് ടാസ്ക് അന്ന് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ സീനിയർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള സ്കിൽസ് പ്രാക്ടീസുള്ള അവസരം നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാറില്ല. കരിയർ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്കിൽസ് പഠിക്കേണ്ടതും അതിൽ മാസ്റ്റർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങളുടെ കരിയറിൽ ഒരുപാട് എനർജിയും ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ കരിയറിൽ എക്സൽ ചെയ്യാൻ സഹായിക്കുന്ന 5 സ്കിൽസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിംഗ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ് തുടങ്ങിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പ് എന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോബ് നേടുന്നതിന് കണക്ട് വിത്ത് us at 974621123. So once again, I'm Sahir. Welcome to the new video of Edure Learning. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ സോൾവ് കൺവെൻഷണൽ പ്രോബ്ലംസ് വിത്ത് അൺകൺവെൻഷണൽ മെത്തേഡ്സ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ കരിയറിൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒഴിച്ചുകൂടാനാകാതെ അല്ലെങ്കിൽ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്, അങ്ങനെ ഒരു റിസോഴ്സായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഒരു അസറ്റായിട്ട് എപ്പോഴാണ് മാറുന്നത്? നമ്മുടെ കമ്പനിയിൽ ചലഞ്ചസ് ഏറ്റെടുക്കും, നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഏൽപ്പിക്കാത്ത റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോഴാണ് അല്ലേ. സോ പല കമ്പനിയിലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിസ്റ്റംസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് അതിനെ ബെറ്റർ ആയിട്ടുള്ള അൺകൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ ഒഴിച്ചുകൂടാനാകാത്ത റിസോഴ്സായിട്ട് മാറും. സോ നിങ്ങളുടെ കമ്പനിയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്യാതിരിക്കൂ, ടഫ് പ്രോബ്ലംസിനെ കുറിച്ച് ഓർത്ത് പേടിക്കാതിരിക്കൂ. അങ്ങനെയുള്ള കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും അൺകൺവെൻഷനലി ചിന്തിക്കാനുമുള്ള ക്യാപ്പബിലിറ്റി സ്കില്ല് നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കും. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്കില്ലെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്യാൻ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങളുടെ കമ്പനിയിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു അൺമെറ്റ് നീഡിനെ കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ ഏത് നീഡിനെ ടാക്കിൾ ചെയ്താലാണ് ബിസിനസ്സിൽ ഹയസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. രണ്ടാമത്തെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇപ്പോഴത്തെ സിസ്റ്റംസിനെ കുറിച്ച് ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുകയും അതിൽ ഏതൊക്കെ സിസ്റ്റത്തിന് എന്തൊക്കെ പാളിച്ചയാണ് ഉള്ളതെന്നുള്ളതും അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് സ്കിൽസ് കൂടുകയും നിങ്ങളുടെ കമ്പനിയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത റിസോഴ്സായി മാറുകയും ചെയ്യും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഗ്രിമെൻറ്റിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക എന്നുള്ളതാണ്. പലരും നമ്മളുടെ ഒപ്പോസിംഗ് ആയിട്ടുള്ള വ്യൂസിനെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നമ്മൾ ഡിസ്ട്രക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു അരോചകത്വം ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഒപ്പീനിയൻ ആരെങ്കിലും ബദലഭിപ്രായങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഒപ്പീനിയന് പകരമായിട്ട് പറഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൃത്യമായ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം ബാക്കിയുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നത് മാത്രമാവും നമ്മുടെ ദൗത്യം. സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്ന ഒപ്പീനിയനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവർ പറയുന്നതിനെ വ്യക്തതയോടെ ലിസൺ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. ബാക്കിയുള്ളവരോട് നിങ്ങളുടെ സൊല്യൂഷനുള്ള പ്രോബ്ലംസും കൺസേൺസും ഒക്കെ എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് മറ്റുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ സൊല്യൂഷൻസ് മാത്രമല്ല നമ്മളുടെ ഇടയിലുള്ള റെസ്പെക്റ്റും ട്രസ്റ്റും ഒക്കെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ കൂടുന്നതാണ്. സോ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ചോദിച്ചാൽ മതിയായി. ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. അതായിട്ട് ചോദിക്കേണ്ടത് ഞാൻ ഈ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ എന്തൊക്കെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്കിത് ഏതൊക്കെ കേസിലാണ് ഈ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ സൊല്യൂഷൻ വർക്കാവുന്നത് അല്ലെങ്കിൽ വർക്കാകാത്തതെന്ന് തോന്നുന്നത്, ഈ ഒരു സർക്കംസ്റ്റാൻസിലെ ബെസ്റ്റ് ഡിസിഷൻ ഇത് തന്നെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഡിസിഷൻസ് കൃത്യമായിട്ടുള്ള സമയത്ത് എടുക്കുക, ഈവൻ ദോ ദാറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഡിസിഷൻ എന്നുള്ളതാണ്. അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ള
ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ആ ഒരു ഡിസിഷനെ ഡിലേ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നമുക്കും അല്ലെങ്കിൽ കമ്പനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി കമ്പനിക്ക് എപ്പോഴും ഇഷ്ടം എന്നുള്ളത് ആ സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത്, ആ സമയത്തുള്ള കൃത്യമായിട്ടുള്ള നോളജ് വെച്ചിട്ട് ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് ആ സമയത്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്കും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. അപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. പലരും പല സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പേടിക്കാറുണ്ട്, അത് റോങ് ഡിസിഷൻ ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എത്തൻ്റായിട്ടൊരു വാക്കാണ്, ഐ ടേക്ക് ഡിസിഷൻ ആൻഡ് മേക്ക് ഇറ്റ് റൈറ്റ് എന്നാണ്. ഞാൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കത്തില്ല, അതിനെ റൈറ്റ് ആക്കാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ ബെസ്റ്റ് ഡിസിഷൻ ആവണമെന്നില്ല, പക്ഷേ നമ്മളത് എക്സിക്യൂട്ട് തുടങ്ങുമ്പോൾ മാത്രമല്ല പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അപ്പം നമുക്ക് എക്സിക്യൂട്ട് നമ്മൾ പോരായ്മ മനസ്സിലാക്കി നമുക്കത് ബെറ്റർ ആക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഡിസിഷൻ എടുക്കാതിരുന്നാൽ അതിനേക്കാൾ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിട്ട് മാറും. നമ്മുടെ ഓപ്പർച്യൂണിറ്റി ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കൂടാതെ അത് പലപ്പോഴും നമ്മുടെ പ്രോബ്ലം വേഴ്സ് ആക്കാനുള്ള ചാൻസസും ഉണ്ട്. കരിയറിൽ എക്സൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യാതെ ബെസ്റ്റ് ഡിസിഷനെ കുറിച്ച് നോക്കാതെ ഗുഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ശീലിക്കുക. ടൈംലി ഡിസിഷൻ എടുക്കാനായിട്ടും ബെസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ച് മാക്സിമം റിസർച്ച് ചെയ്യുക. അതിന് ആ ഡിസിഷന് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടൊരു ടൈം ബൗണ്ട് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ഓപ്ഷൻസും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോസും ആൻഡ് കോൺസും വ്യത്യസ്ത വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വൺസ് നമുക്ക് ഒരു ഡിസിഷൻ ബെസ്റ്റായിട്ട് തോന്നുമെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഏതൊരു വ്യക്തിയും കരിയറിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത്. നാലാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലിസൺ ആൻഡ് സ്പീക്ക് ലെസ് എന്നുള്ളതാണ്. കുറച്ച് സംസാരിക്കുകയും ഒരുപാട് കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പലർക്കും ഇഷ്ടപ്പെടും. അത് കരിയറിലും അങ്ങനെ തന്നെയാണ്. ലിസണിങ് സ്കില്ലുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും നിങ്ങളോട് കാര്യങ്ങൾ സുതാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആര് പറയുന്ന വാക്കും അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത ഒരാൾ പറയുന്ന കാര്യങ്ങൾ ആരും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന സ്കില്ല് പോലും ലിസണിങ് സ്കില്ലാണെന്നുള്ളതാണ്. ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കരിയറിൽ എക്സാനുള്ള ഒരു ഓപ്ഷൻ മാത്രമല്ല, അത് മാൻഡേറ്ററി നെസസറി ആണ്. വേറെ ഏത് സ്കില്ലിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലെന്ന് പറയുന്നത് ലിസണിങ് സ്കില്ലാണ്. ഈ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുക, ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ മാത്രമല്ല നോൺ വെർബൽ ക്യൂസും ബോഡി ലാംഗ്വേജും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിസോൾവ് കോൺഫ്ലിക്ട്സ് വിത്ത് എ വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ളതാണ്. നമ്മുടെ വർക്ക് പ്ലേസിൽ എപ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺവെർസേഷൻ, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ്, ഇതിലൊക്കെ ഉള്ള മിക്സ് മാച്ച്, ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും നാം പറഞ്ഞ ഒപ്പീനിയൻ നമ്മൾ അടിയുറച്ചിട്ട് നമ്മൾ ജയിക്കുക എന്നതിലുപരി എല്ലാവർക്കും അല്ലെങ്കിൽ മെജോറിറ്റിക്കും അക്സെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആർക്കും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലെത്തുക അല്ലെങ്കിൽ അതിന് വാക്ക് കേൾക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വിൻ ലൂസ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിന് മാത്രം ഹാപ്പി ആക്കി മറ്റേ സൈഡിന് അൺഅപ്രോച്ചബിൾ ആക്കി അൺഹാപ്പി ആക്കുകയും ചെയ്യും. അത് ലോങ് ടൈമിന് നിങ്ങളുടെ കരിയറിനെ ഡെഫിനറ്റ്ലി ബാധിക്കും, നിങ്ങളുടെ പ്രൊമോഷനെയൊക്കെ അത് ബാധിക്കും. ബാക്കിയുള്ള ടീം മെമ്പേഴ്സും നിങ്ങളുടെ മാനേജേഴ്സും ഒക്കെ അതിനെ ശ്രദ്ധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ വിൻ വിൻ ഐഡിയാസ് ആണെങ്കിൽ ടീമിൻ്റെ സ്പിരിറ്റ് നിലനിർത്താനും ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. കോൺഫ്ലിക്റ്റ് നല്ലപോലെ മാനേജ് ചെയ്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. കൂടെയുള്ള വേറെ ആൾക്കാരുടെ പെർസ്പെക്റ്റീവിന് കമ്പനിക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഈ സ്കില്ലും നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കരിയറിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന 5 സ്കിൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 5 സ്കിൽസ് നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിൽ എക്സൽ ചെയ്യാൻ മാത്രമല്ല, ഈ സ്കിൽസ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമല്ല ലോങ് ടൈം സക്സസ്സും പ്രൊഫഷണൽ ഫുൾഫിൽമെൻറ്റും കൊണ്ടുതരും. ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് മറ്റേതൊരു സ്കില്ലിനെ പോലും കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിന് ഇൻറ്റൻഷണൽ എഫേർട്സും സെൽഫ് റിഫ്ലക്ഷനൊക്കെ ആവശ്യമാണ്. സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞ 5 സ്കിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലും വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾ പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് രീതിക്ക് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത് അവസാനം വരെ കണ്ടതിനും ഇതിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മനസ്സിലാക്കിയതുകൊണ്ടാണ് അവസാനം വരെ കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ എനിക്ക് അത് വളരെ പ്രചോദനമായിരിക്കും. താങ്ക് യു.